ഇത്രയും മോശപ്പെട്ട ഒരാളെ കൂടെ കൊണ്ടുനടക്കുന്ന ഉണ്ണിയുടെ ജീവിതത്തിൽ ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല, അയാൾ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട്. അപ്പൊ എന്നെ കുറിച്ചും പലരും പല കാര്യങ്ങൾ, ഇപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രൂഫ് ഉണ്ടോ? എന്റെ സുഹൃത്തിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ആ പരാതി ഉണ്ണിക്ക് മനസ്സിലാകുന്നു ഇങ്ങനെ മോശമായ രീതിക്കാണ് ഇവരോട് സംസാരിച്ചത്. പിന്നെയും ഉണ്ണി ഇദ്ദേഹത്തെ കൊണ്ടു കിടക്കുന്നു. ലാസ്റ്റ് എനിക്കൊന്ന് ഈ വിഷയം നടക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് സംശയ സിനിമയുടെ പ്രിവ്യൂ കാണാൻ നിങ്ങൾ ഒരുമിച്ചാണ് വല്ല. അല്ല, അത് കഴിഞ്ഞിട്ടത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പറയാം. ഈ പരാതി ഈ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പരാതി ഈ ഇപ്പൊ അടുത്തായിട്ട്, മറ്റേത് ഞാൻ എന്റെ സുഹൃത്ത് ഫെഫ്റ്റയിലൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു ഒഫീഷ്യലി പോയിട്ടുണ്ട്. അവരതിന് വഴക്കുണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ പരാതി ഉണ്ട്. അല്ല, അന്ന് ഉണ്ണി വഴക്കുണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെയും ഇത്രയും മോശപ്പെട്ട ഒരാളെ കൂടെ കൊണ്ടുനടക്കുന്ന ഉണ്ണിയുടെ ജീവിതത്തിൽ ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല, കേൾക്കുന്നുണ്ട്, പ്രൂഫില്ല. പ്രൂഫ് വന്നപ്പോ സംസാരിച്ചു. അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈറ്റ് ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു. എന്റെ കയ്യിൽ ഒരുപാട് കാര്യം, അതായത് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു. ഈ പുള്ളി കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ലോഡ് കംപ്ലൈന്റ്സ് ഉണ്ട്. ഇത് എന്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പണ്ടും നമ്മളിപ്പോ എന്നെ കുറിച്ചും പലരും പല കാര്യങ്ങൾ, ഇപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർത്ഥമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 3 വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകണം. പ്രൂഫില്ല. പ്രൂഫ് ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നു? അയാൾ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട്. അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന 3ാമത്തെ വ്യക്തിയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ന്യൂസിലും വരുന്നില്ല, ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല. ഞാനിത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രോത്തിൽ അസൂയപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം? ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ്. അസോസിയേഷനുകളുണ്ട്, ഇതിൽ സോൾവ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ലാന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും. ഇത് ഇവൻച്വലി ഇത് സോൾവ് ആവും. പക്ഷെ ഞാൻ എന്റെ സുഹൃത്തിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതാണ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ. അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് ആര് വഴക്കുണ്ടാക്കിയെന്നല്ല, എന്റെ സുഹൃത്ത് എന്നെ കുറിച്ച് മോശം പറഞ്ഞു. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഇയാൾ മാത്രമല്ല, ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരും എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഇപ്പൊ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ്, ഇപ്പൊ നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് വിട്ടു, പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷുവർ ആയിരുന്നു ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് വന്നു. ഇപ്പൊ ആ വീഡിയോ പുറത്താണ്, കോടതിയും അതിലൊന്നുമില്ലെന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോ AI വെച്ചിട്ട് ഞാൻ ഒരാളെ തെല്ലുന്ന വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും. ബട്ട് ഐ എം വെരി ഷുവർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം. ആ വീഡിയോ ഇന്നലെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ആ വീഡിയോ നമ്മളൊക്കെ കണ്ടിരുന്നു. നമ്മൾ ആ വീഡിയോ ഒരു 5 സെക്കൻഡ് ആ വീഡിയോ പിന്നെ ആ മെയിൻ ചാനലിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പൊ എന്താണ് ഉണ്ണിയോട് അവർക്ക് ഒരു ദേഷ്യമാണോ? കാണിക്കുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അല്ല അത്